ആദ്യമായി ദൈവത്തിനും മാതാവിനും 1000 നന്ദി. ഞാൻ സാക്ഷ്യം പറയാൻ വന്നത് ആദ്യമായിട്ടാണൊരു മൈക്ക് കിട്ടി ഒരു സാക്ഷ്യത്തിലേക്ക് വരുന്നത്. ഓട്ടോറിക്ഷ ഓടിയും അല്ലാതെയൊക്കെ കുറേ കാശൊക്കെ സമ്പാദിച്ചു. അത് കോവിഡിന് മുമ്പ് പലരെയും കയ്യിലായി. അത് തിരിച്ച് കിട്ടാനുള്ള ഒരു സാധ്യതയും ഇല്ല. അവർ തരാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ പോയി പൈസ കേട്ടാൽ അവർ ആത്മഹത്യ ചെയ്യും. അതും കൂടി ഞാൻ ഏൽക്കേണ്ടി വരും. അത് വേണ്ട. ഓരോരുത്തർ ഓരോ കുടുംബമായിട്ട് താമസിക്കുന്നത്. ബിസിനസ് ചെയ്ത് പൊളിഞ്ഞവരാണ് കോവിഡ് സമയത്ത്. എങ്കിലും ഒരാൾ എനിക്ക് ഒരു വീടും വസ്തുവും വിറ്റ് 5 ലക്ഷം രൂപ തരികയും ഞാൻ അപ്പോഴും അവരോട് ചോദിച്ചു, നിൻ്റെ മക്കൾ വഴിയാധാരമാവരുത് എന്ന് പറഞ്ഞിട്ടാണ് ആ പൈസ വാങ്ങിയത്. അതൊക്കെ പോട്ടെ, അതെൻ്റെ കാര്യം. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ സഹിച്ചാൽ മതി. പിന്നെ ഞാനൊരു കോയിക്കൽ കൺസ്ട്രക്ഷൻ വർക്ക് കമ്പനിയുടെ കൂടെ നിന്നു. കുറേ കാശൊക്കെ സമ്പാദിച്ചു ജീവിച്ചു വന്നപ്പോൾ ഞാനൊരു വസ്തു കച്ചവടമായിട്ട് പോയി. ഇപ്പോൾ 2.5 വർഷമായി അതും വിൽക്കാതിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ഭാര്യയുടെ ചേച്ചി പറഞ്ഞു, നീ കൃപാസനം പള്ളിയിൽ പോ, നീ രക്ഷപ്പെടും. പള്ളിയിൽ വരികയും ഇവിടെ വന്ന് ഫസ്റ്റിൽ തന്നെ ഉടമ്പടി എടുത്തു. 2 പ്രാവശ്യം മാതാവിനെ കിട്ടുകയും ഇന്നും എനിക്കിവിടെ മെഴുകുതിരി കൊണ്ടുപോകാനുള്ള ഒരു അനുഗ്രഹം ദൈവം മാതാവ് തന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ 2 മാസത്തോളമായി ഒരു യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു സർജറി കഴിഞ്ഞു. ഈ 10-ാം മാസം 1-ാം തീയതി അഡ്മിറ്റ് ചെയ്തു. 4-ാം തീയതി സർജറി കഴിഞ്ഞു. 10 മണിയോടുകൂടി മെഡിക്കൽ കോളേജ് SITയിൽ സർജറി കഴിഞ്ഞു. 12-1 മണിയായപ്പോൾ പറയും ഡോക്ടർമാർ വന്ന് ഓടി എല്ലാവരും ഓടി തിയേറ്ററിനകത്ത് കയറുന്നു, SITക്കകത്തുള്ള. അപ്പോൾ മെഡിക്കൽ ഹാർട്ട് കോളേജിലെ കുറേ ഡോക്ടർമാർ, മൈക്ക് ഡോക്ടർമാർ, സർജൻ്റെ ഡോക്ടർമാർ എല്ലാം കൂടി ഒരു 10-20 പേര് ഓടി പോകണം. കാര്യമൊന്നും പറയില്ല. എന്നെ വിളിച്ച് രഹസ്യം പറയണു, ഓക്സിജനും കുറഞ്ഞു, BP കുറഞ്ഞു, ഹാർട്ട് അറ്റാക്കും വന്നിട്ടുണ്ട്, ഇനി നമ്മൾ മെഡിക്കൽ കോളേജ് ഹാർട്ട് കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ ഹാർട്ട് കോളേജ് ഡോക്ടർമാർ വെൻറ്റിലേറ്റർ സൗകര്യത്തോടെയുള്ള ഒരു ആംബുലൻസും കൊണ്ട് മുമ്പ് നിർത്തി. 50 മീറ്ററേ ഉള്ളൂ, എടുത്ത് തോളിയിട്ടുകൊണ്ട് പോകത്തക്ക ദൂരേ ഉള്ളൂ. പക്ഷേ എല്ലാവരും കൂട്ടവിളിയായി, മാതാവിനെ വിളിച്ചുള്ള വിളിയായി, മുട്ടുകുത്തി നിന്നുള്ള പ്രാർത്ഥനയായി, രോഗികളും കൂട്ടിരിപ്പുകാരും നിലവിളിയായി. കാരണം എല്ലാവരും അറിയാവുന്നുള്ള ഒരു പേഷ്യൻ്റായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ഒരു കാശുരൂപം കിട്ടി. കാശുരൂപം കിട്ടിയത് മാത്രമല്ല, അതെങ്ങനെ കിട്ടിയെന്നാണ് അതിശയം. ആ കാശുരൂപം തിയേറ്ററിനകത്ത് കൊണ്ടെത്തിക്കണമല്ലോ. ഒരു 10-20 ഡോക്ടർമാർ ചുറ്റും നിൽക്കുന്നു. തിയേറ്ററിനകത്ത് കയറാനും പറ്റില്ല. 2-3 വാതിലുകളും തുറന്നു പോകണം. അത്ഭുതമെന്ന് പറഞ്ഞാൽ ഈ കാശുരൂപം അത്ഭുതകരമായിട്ട് അവളുടെ ബ്ലൗസിൽ കൊണ്ടുവന്ന് ഊക്ക് ചെയ്യാൻ പറ്റി. ആ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ കാശുരൂപം കൊണ്ട് ഊക്ക് ചെയ്യുകയും ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി. പിന്നെ എവിടെ കൊണ്ടുപോയെന്നൊരു വിവരമില്ല. മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയി. കാർഡിയോളജിയുടെ ക്രിട്ടിക്കൽ സ്റ്റേജ് ICയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു വാക്ക് പറഞ്ഞു. അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും അവിടെ നിൽക്കുന്നു, ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി. പിന്നെ ആശുപത്രിക്കകത്ത് ആരെയും കയറ്റിയേയില്ല. എന്തായാലും ഒരു 2 ദിവസം കാർഡിയോളജി കിടന്നു. അവിടെ നിന്ന് സൂപ്പർ മൾട്ടി സ്പെഷ്യാലിറ്റിയിൽ കൊണ്ടുവന്ന് 2 ദിവസം കിടത്തി. ഇതെല്ലാം ക്രിട്ടിക്കൽ സ്റ്റേജ്, അവസാനമായിട്ട് ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്ന രോഗികളെയാണ് അവിടെ കൊണ്ടുപോകുന്നത്. പക്ഷേ എല്ലാവരുടെയും ഒരു നിലവിളി എന്ന് പറയുന്നത് കാശുരൂപം അവളുടെ കയ്യിൽ കൊടുത്തല്ലോ, ഇനി അമ്മ തിരിച്ചു കൊണ്ടുവരും ആ ജീവനത്തോടെ പഴയ ആളായിട്ട്. അങ്ങനെ തന്നെ സംഭവിച്ചു. അത് സംശയമൊന്നും വേണ്ട. ആ കാശുരൂപം കൊടുത്തതോടുകൂടി പുതുജീവനും പുനർജന്മവും, അത് എത്രത്തോളം പറഞ്ഞാലും മനസ്സിലാവില്ല. ഞങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥയും ഞങ്ങളെല്ലാം ബോധരഹിതരായിട്ടാണ് ആ അവസ്ഥയിൽ അവിടെ കിടന്നത്. അപ്പോഴത്തേക്കും ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയി. അമ്മയുടെ കാശുരൂപത്തിന് ഇത്രയും വിലപിടിപ്പുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ആൾക്കാരും മനസ്സിലാക്കുന്നത്. അമ്മയുടെ കാശുരൂപത്താൽ എൻ്റെ ഭാര്യയുടെ ജീവൻ തിരിച്ചു തന്ന ആ മാതാവിന്, കൃപാസനം മാതാവെന്നല്ല നമ്മൾ പേരിടേണ്ട, ലോകത്തിൻ്റെ രക്ഷിതാവായി മാതാവിനെയാണ് നമ്മൾ കണ്ടത്. അത് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ആ മാതാവിനും ഈ യേശുവിൻ്റെ തിരുസ്വരൂപത്തെ നോക്കി പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കാണണം, ദൈവമല്ലാതെ നമുക്ക് മറ്റൊരാളുമില്ല. ഇന്നലെ വരെ നമ്മൾ സ്നേഹിക്കുന്ന ദൈവങ്ങളൊക്കെ ആപത്ത് കാലത്ത് കൈവിടുകയും നമ്മുടെ സമയത്ത് രക്ഷപ്പെടുത്താൻ നമുക്കുള്ളത് ജീവനുള്ള ദൈവമാണ്, ജീവനത്തോടെ പ്രത്യക്ഷപ്പെട്ട മാതാവാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എൻ്റെ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കണ്ട കാഴ്ചയെന്ന് പറയുന്നത്, സത്യം പറയാമെങ്കിൽ അത് ഒന്ന് പറയാൻ, അത് പിന്നെ ഒരു തിരിച്ചു വരവില്ലാത്ത ഒരാളിനെയാണല്ലോ കൊണ്ടുപോകണം. എന്തിനു കൊണ്ടുപോകണമെന്ന് വരെ ആയിപ്പോയി. കാരണം അത്രയും വലിയ ആശുപത്രിയിൽ നിന്നാണ് അടുത്തൊരാശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു 20ഓളം ഡോക്ടർമാർ ചുറ്റും നിൽക്കുന്നു. എന്തായാലും ആ ഒരു ജീവൻ തിരിച്ചു തന്നത് എന്നിട്ട് അതുമാത്രമല്ല, അവളിവിടെ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, നമുക്ക് കൃപാസനം പള്ളിയിൽ പോയി
ഞാൻ പറഞ്ഞു ഞാനല്ലേ ഉടമ്പടി എടുത്തത്, ഞാൻ പോകാം. അല്ല, ഞാനും പറഞ്ഞു, ഞാനും ഭാര്യയും മക്കളും എൻ്റെ ചേച്ചിയുമായിട്ട് ഇവിടെ വന്നു. ഒരു പകൽക്കാലം മൊത്തം ഈ ദേവാലയത്തിൽ ചിലവഴിക്കുകയും ദിവ്യബലിയിൽ പങ്കെടുത്ത് തിരുവത്താഴം കഴിഞ്ഞാണ് പോകുന്നത്. അതൊരു വലിയ അനുഗ്രഹമായി. അമ്മ അവളുടെ ഒരു ജീവൻ തിരിച്ചു തരുന്നതിൻ്റെ ഒരു തിരിച്ചു വരവായിട്ടാണ് അമ്മ ഇവിടെ കൊണ്ടെത്തിച്ചത്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇത് ഞാൻ പറയുന്നത് സത്യം പറയാമെങ്കിൽ ഇത് പറയാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടല്ല ഞാനിവിടെ വന്നത്. കാരണം ഇപ്പോഴും ആ ഒരു വേദനയുടെ ഞെടുക്കവും ആ ഭയപ്പാട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള ആർക്കും അത് മാറിപ്പോയിട്ടില്ല ഇതുവരെ. പിന്നെ മാതാവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഒരൊറ്റ കാര്യത്തിൽ പറഞ്ഞാൽ, ഈ മാതാവിനെ സ്നേഹിക്കുന്ന ആരും വെറും കൈയോടെ പോകില്ല. ഏത് ആപത്തിനായാലും ഏത് കാര്യത്തിനായാലും മാതാവിനെ കയ്യിലെടുക്കുക. ഒരു ചെറിയ കാശുരൂപം ഇത്രയും ജീവൻ തന്നുവെങ്കിൽ എല്ലാവരെയും സംരക്ഷിക്കുന്ന മാതാവാണ് ഇവിടെ ഉള്ളത്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു.